മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. കിന്നാര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. കിന്നാര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. കിന്നാര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. കിന്നാരം ചൊല്ലും ജയലക്ഷ്മി. മനമോഹിനിയായ ജയലക്ഷ്മി. മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. കാലം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഈ ഒരു നിമിഷത്തിലേക്കാണ്. ഒരുപക്ഷെ നമ്മൾ ഈവരും, പ്രത്യേകിച്ച് കൊച്ചി നിവാസികൾ, ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷത്തിനാണ് ഇന്നിവിടെ തിരിതെളിഞ്ഞിരിക്കുന്നത്. ഒരു കൂട്ടം ജനതയുടെ വിശ്വാസം മുഴുവൻ കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ജയലക്ഷ്മി സിൽക്സ്. ജയലക്ഷ്മി സിൽക്സിന്റെ 6ാമത്തെയും കൊച്ചിയിലെ 2ാമത്തെ ഷോറൂമിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ ഈവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ജയലക്ഷ്മി സിൽക്സ്, നമുക്കറിയാം, ആ ഒരു പേര് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈവരും അറിയാതെ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പാടിപ്പോകുന്ന 2 വരികളുണ്ട്. മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. തീർച്ചയായും സ്വപ്നങ്ങൾക്ക് കൂടുതൽ മധുരമേകിക്കൊണ്ട്, കൂടുതൽ കിന്നാരം ചൊല്ലിക്കൊണ്ട് ജയലക്ഷ്മി സിൽക്സിന്റെ കൊച്ചിയിലെ 2ാമത്തെ ഷോറൂം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 1947 ജയലക്ഷ്മി സിൽക്സിന്റെ യാത്ര ആരംഭിക്കുന്നത്. അന്ന് കൊച്ചിയിലെ ഒരു ചെറിയ കടയിലൂടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച തുണിത്തരങ്ങൾ ലഭ്യമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജയലക്ഷ്മി സിൽക്സിന്റെ ഫൗണ്ടറായ ലേറ്റ് ശ്രീ നരസിംഹ കാമത്ത് അവരുകൾ അന്ന് ജയലക്ഷ്മി സിൽക്സിന് തുടക്കം കുറിച്ചത്. ഇന്ന് 77 വർഷങ്ങൾക്കിപ്പുറം ബ്രൈഡൽ വെയറിന്റെയും സാരികളുടെയും പുതുപുത്തൻ വൈവിധ്യമാർന്ന തുണിത്തരങ്ങളുടെയും പര്യായമായി മാറിക്കൊണ്ടാണ് ജയലക്ഷ്മി സിൽക്സ് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ നരസിംഹ കാമത്ത്
അവരുടെ മക്കളായ ശ്രീ എൻ നാരായണൻ കാമത്ത്, ശ്രീ എൻ ഗോവിന്ദ് കാമത്ത്, ശ്രീ എൻ സതീഷ് കാമത്ത് അവരുകളാണ്. ഇവർ 3 പേരുമാണ് ഇന്ന് ജയലക്ഷ്മി സിൽക്സിനെ മുന്നോട്ട് നയിക്കുന്നത്. അവരോടൊപ്പം അവരുടെ മക്കളും കൂടെ ജയലക്ഷ്മി സിൽക്സിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ എടുത്തു പറയട്ടെ, ഏകദേശം 20 ലക്ഷത്തിലധികം പെൺകുട്ടികളെയാണ് അവരുടെ വിവാഹത്തിന് അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള പട്ട് നൽകിക്കൊണ്ട് വധുവായി അണിയിച്ചൊരുക്കുവാൻ ജയലക്ഷ്മി സിൽക്സിന് സാധിച്ചിട്ടുള്ളത്. ജയലക്ഷ്മി സിൽക്സിന്റെ ഈ പുതിയ ഷോറൂമിൽ സാരികൾക്കൊപ്പം കുട്ടികളുടെയും പുരുഷന്മാരുടെയും വലിയ ശേഖരം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നാളിതുവരെ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഗുണമേന്മയുടെയും വൈവിധ്യത്തിൻ്റെയും ഉപഭോക്തൃ സംതൃപ്തിയുടെയും പ്രതീകമായി ജയലക്ഷ്മി സിൽക്സിൻ്റെ പുതിയ ഷോറൂം മാറും എന്ന ഉറച്ച പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ജയലക്ഷ്മി സിൽക്സിൻ്റെ 6ാമത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളാണ്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന, സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെയും ബഹുമാനപൂർവ്വം, ആദരപൂർവ്വം തന്നെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അതിഥികളെയും ഈ ഒരു അവസരത്തിൽ, ഈ ഒരു നിമിഷത്തിൽ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഓണറബിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശ്രീ ജോർജ് കുര്യൻ അവരുകളെയും പൊന്നാട അണിയിച്ച് നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ആദരവ് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുകളെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു, ആദരവ് അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ അവരുകളെ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട MLA ശ്രീ TJ വിനോദ് അവരുകളെയും ജയലക്ഷ്മി സിൽക്സിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന വേളയിലേക്ക് എല്ലാ സ്നേഹവും സന്തോഷവും അറിയിച്ചു തന്നെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൗൺസിലർ ശ്രീ രതീഷ് അവരുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ജയലക്ഷ്മിയുടെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന വേളയിൽ സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച തുണിത്തരങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജയലക്ഷ്മി പ്രവർത്തനം ആരംഭിച്ചത്. നാളിതുവരെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നതിൽ പ്രാധാന്യം നൽകി തന്നെയാണ് ജയലക്ഷ്മി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ജയലക്ഷ്മിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന മാനേജിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളെ തന്നെയാണ് അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നത്. സ്നേഹാദരവോടു കൂടി തന്നെ, ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ N ഗോവിന്ദ് കാമത്ത് അവരുകളെ ക്ഷണിക്കുകയാണ് ഔദ്യോഗികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി. നിറഞ്ഞ കയറി നൽകി തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കാം. നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവരോടും ക്ഷമയൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്ന കുറവുകളോ എന്തെങ്കിലും വന്ന് ക്ഷമിക്കണം. ഞാനൊരു കച്ചവടക്കാരനാണ്, പ്രാസംഗിക രാഷ്ട്രീയക്കാരനല്ല എന്ന് ആദ്യമായിട്ട് പറയുന്നു.
പ്രസംഗിക്കാൻ എനിക്ക് അത്രയും ഒന്നും അറിയില്ല. ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആദരണീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ ഇത്ര വലിയ തിരക്ക്, അതായത് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻകം വരാനുള്ള, ബിസിനസ് കൂടാനുള്ള, ഇൻഡസ്ട്രി വരാനുള്ള ഒരു ഗ്ലോബൽ സമ്മിറ്റ് ഇവിടെ നടക്കുകയാണ്. ഏകദേശം 5000-ഓളം പ്രതിനിധികൾ ഇവിടെ ഉണ്ട് ഇപ്പം. അതായത് കേരളത്തിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ട്. അത് എല്ലാവരെയും കാര്യത്ത് സംസാരിക്കും. ഇത് പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാനും അപ്പോൾ ഈ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്ന മീറ്റിങ്ങിനിടയ്ക്കാണ് ഈ ചെറിയ നമുക്ക് വേണ്ടി ഈ സമയം മാറ്റി വെച്ചിരിക്കുന്നത്. അത് എന്തോ നമ്മുടെ മുൻജന്മ ഭാഗ്യം എന്ന് പറയേണ്ടി വരും. ജയലക്ഷ്മിയുടെ മുൻജന്മ ഭാഗ്യമാണ് അദ്ദേഹം ഈ സമയത്ത് ഇങ്ങനെ വരുന്നത്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഷോപ്പിൽ മുഖ്യമന്ത്രി വരാനില്ല. പക്ഷെ നമ്മളെ വലിയൊരു ബഹുമാനമാണ് നമ്മളതിൽ നമുക്ക് ആദരവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ജയലക്ഷ്മി കിട്ടിയിരിക്കുന്നത്. അതിന് ശ്രീ മുഖ്യമന്ത്രിയോട് ഞാൻ നമസ്കരിക്കുകയാണ്. ശ്രീ ജോർജ് കുര്യൻ നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ, കേന്ദ്രമന്ത്രിയാണ്, ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഇത് മന്ത്രിയാണ് പുള്ളി. അങ്ങേര് ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കും ഇന്ത്യയിൽ. ആരും ചില ഭയങ്കര എപ്പോഴും മന്ത്രിയാവണം, മുഖ്യമന്ത്രിയാവണം, നേതാവാവണം എന്നൊക്കെ വിചാരിക്കും. അങ്ങേര് ഒന്നുമില്ലാതെ സാധാരണ ഒരു ഇത് രാഷ്ട്രീയക്കാരനായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ പൊക്കി കേന്ദ്രമന്ത്രിയാവുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല, ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. എനിക്കൊന്നും പുള്ളി പോലും പ്രതീക്ഷിക്കാനില്ല. നമ്മൾ കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ്. കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ് ഈ അവസരം. കേരളത്തിന് വേണ്ടി സംസാരിക്കണം, കേരളത്തിന് വേണ്ടി വാദിക്കണം എന്നുകൂടി ഞാൻ പറയുകയാണ്. നമസ്കാരം. പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ അറിയാത്ത ഒരാളും കേരളത്തിലുണ്ടാവില്ല. മുഖ്യമന്ത്രി പോലെ ഊർജ്ജസ്വലനാണ്, ഒരു യുവ നേതാവാണ് അങ്ങേര്. രണ്ട് ചേരിയിലായിരിക്കാം, പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് കേരളത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയാണ്. ഇന്നിപ്പോൾ അങ്ങേർക്ക് കുറച്ച് അർജൻറ്റ് ഒരു മീറ്റിംഗ് കേരളത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചൊരു പ്രോഗ്രാം തൃശ്ശൂരുണ്ട്, ഗസ്റ്റഡ് ഓഫീസേഴ്സിൻ്റെ പ്രോഗ്രാമുണ്ട്. 10 മണിക്കാണ് അവിടെ എത്തേണ്ടത്. ശരിക്കും 1 മണിക്കൂർ പുള്ളി ലേറ്റാക്കി നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തോടും നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു. നമസ്കാരം. പിന്നെ ഇവിടെ ശ്രീമതി ഉമാ തോമസ്, നമുക്ക് ഒരു ചെറിയൊരു ഭാഗ്യക്കേട് എന്ന് പറയാം. അവർ ചെറിയൊരു ഇതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയങ്കരിയായ നേതാവാണ്, ഒരു ഊർജ്ജസ്വല നേതാവാണ്. അവർക്കിവിടെ വരാൻ പറ്റിയില്ല. അവർ നമ്മൾ ജയലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും ഫോണിലൂടെ നേർന്നിട്ടുണ്ട്. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുഖമായിട്ട് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് ഈ പ്രോഗ്രാം ആയിരുന്നാൽ നന്നായിരുന്നു അവരുടെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർക്കിപ്പോൾ വരാൻ പറ്റില്ല, ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നില്ല, വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ആശംസ മാത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഫോണിലൂടെ. പിന്നെ ശ്രീ ഹൈബീഡൻ ഞാൻ അതും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും അറിയുന്ന വ്യക്തിത്വമാണ്. അങ്ങനത്തെ അച്ഛനെ പോലെ തന്നെ ഊർജ്ജസ്വനായ ഒരു നേതാവാണ്. എല്ലാവരുടെയും എന്താ പറയുക, അങ്ങേര് സ്നേഹം കാണാത്ത ആളുകൾ ഉണ്ടാവില്ല. അങ്ങേര് ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അങ്ങനെ നമസ്കാരം. മേയർ അതേമാതിരി അനിൽകുമാർ ഇവിടെ അങ്ങനെ വരാൻ സാധിക്കില്ല. കണ്ണൂർ ഒരു മുൻകൂട്ടി പരിപാടി ഉണ്ടായിരുന്നു, അത് വരാൻ പറ്റില്ല. പക്ഷേ പുള്ളിയുടെ മനസ്സ് എപ്പോഴും ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഞാനായിട്ട് വളരെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങേരെ ഒരു എങ്ങനെ രാവിലെ 7 മണിക്കൊക്കെയാണ് എന്തെങ്കിലും ആവശ്യം വിളിക്കും. കോർപ്പറേഷനിൽ എന്ത് പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത്, ഇപ്പം നഗരവികസനം എന്ന ഇടയ്ക്ക് അഭിപ്രായങ്ങൾ ചോദിക്കും. നല്ലൊരു വ്യക്തിയാണ്. അങ്ങേരെ ഞങ്ങൾ മിസ് ചെയ്യുകയാണ്. അങ്ങേർക്കും ഞാൻ ഇവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. അതേമാതിരി ശ്രീ രതീഷ്, നമ്മുടെ ശ്രീ വിനോദ്ജിയുണ്ട്, MLA, നമ്മുടെ എറണാകുളത്തെ എറണാകുളം MLA ആണ്. ഉമാ തോമസിൻ്റെ വരാത്തതിൻ്റെ ഗ്യാപ്പ് അവർ അങ്ങേര് ഇത് ചെയ്യാണ്, ഫില്ല് ചെയ്യുകയാണ്. വിനോദ്ജിക്ക് നമസ്കരിക്കും. രതീഷ് നമ്മുടെ ലോക്കൽ കൗൺസിലറാണ്, ഈ വാർഡിൻ്റെ കൗൺസിലറാണ്. അതായത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ ഗാർഡിയനാണ് ശ്രീ ആർ രതീഷ്, കോർപ്പറേഷൻ കൗൺസിലർ.
അങ്ങേരാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങേരുടെ അടുത്താണ് നമ്മൾ പോകേണ്ടതും. അങ്ങേരെ ഈ വേദിയിൽ ഞാൻ ക്ഷണിക്കുകയാണ്. പിന്നെ ബിനോയ് വിശ്വം CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കുറച്ചിങ്ങനെ ഒരു ആരോ പാർട്ടിയുടെ ഒരു സുഹൃത്തിൻ്റെ മരണപ്പെട്ട കാരണം വരാൻ പറ്റില്ലെന്ന് അറിയിച്ചു. രാത്രി വിളിച്ചു പറഞ്ഞു വരാൻ പറ്റില്ലെന്ന്. അങ്ങേരും ഇത് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതേമാതിരിയാണ് ശ്രീ K. ചന്ദ്രൻപിള്ളെ. അങ്ങേര് GCD ചെയർമാനാണ്. അങ്ങേരും വരാമെന്ന് സമ്മതിച്ചാണ്. പക്ഷേ കുറേ അത്യാവശ്യ കാര്യങ്ങളുടെ വീട്ടിലെ കല്യാണമൊക്കെ ആയിരുന്നു, അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങേരും വരാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും അതേമാതിരി അവരുടെ പുള്ളിയുടെയും ഫാമിലി ഒരു കല്യാണമുണ്ട്, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദി സർ. താനൊരു കച്ചവടക്കാരനാണ്, പ്രാസംഗികനല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആരംഭിച്ചതെങ്കിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ വളരെ ഹൃദ്യമായാണ് അദ്ദേഹം സംസാരിക്കുന്ന വേളയിൽ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും കാണികളും എല്ലാവരും പുഞ്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വളരെയധികം നന്ദി സർ. അദ്ദേഹത്തിൻ്റെ ഒരു ഉന്മേഷം ഉൾക്കൊണ്ട് തന്നെ ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതായി ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. ഐശ്വര്യത്തിൻ്റെ പ്രകാശം തെളിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ സാദരം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം ചടങ്ങിൽ പങ്കുചേരുന്നതിനായി മറ്റ് വിശിഷ്ട വ്യക്തികളെയും ബഹുമാനപൂർവ്വം തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, ജനപ്രതിനിധികളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി ആണ് ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തൃശ്ശൂരിൽ ഒരു പരിപാടിക്ക് എത്തേണ്ടതുകൊണ്ടാണ് നേരത്തെ സംസാരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോറൂം ഇവിടെ തുറന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാം ചെറുപ്പത്തിലെ തൊട്ട് കൊച്ചി നഗരവാസികളെല്ലാവരും കണ്ടു വളർന്ന ഒരു പേരാണ്, കേട്ടു വളർന്നൊരു പേരാണ് ജയലക്ഷ്മി എന്നുള്ള പേര്. ഇന്നത് കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു പേരാണ്. വലിയൊരു ബിസിനസ് സംരംഭമാണ്. വളരെ ലളിതമായി തുടങ്ങി നല്ല നിലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ്. അവർ 3 സഹോദരന്മാരുടെ, അവരുടെ കുടുംബാംഗങ്ങളുടെ, അവരുടെ കൂടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന 4000-ലധികം ആളുകളുടെ, അവരെല്ലാവരും ചേർന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയ സംരംഭമാണ്. 4000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ, അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്തൊരു 90% പെൺകുട്ടികളാണ്. വീടുകളിൽ നിന്നെല്ലാം വരുന്ന കുട്ടികളാണ്, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ കൂടി കഴിഞ്ഞ ഒരു വലിയ ഒരു സംരംഭമാണ്. ഏറ്റവും നിലവാരമുള്ള തുണിത്തരങ്ങൾ കൊടുക്കുന്ന, ഒരു അഭിമാനത്തോടു കൂടി ഏറ്റവും നല്ല ഈ ടെക്സ്റ്റൈൽ രംഗത്തെക്കുറിച്ച് വളരെ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ നിന്ന് നെയ്തെടുക്കുന്ന, ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വളരെ ലളിതമായും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്ന, ഞാൻ കേന്ദ്രമന്ത്രിയോട് പറയായിരുന്നു, ഇത്രയും ഭംഗിയായിട്ട് പെരുമാറുന്ന 3 സഹോദരങ്ങൾ വേറെയില്ല. ലാളിത്യമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലാളിത്യമാണ് അവരെ ഈ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംരംഭമായി വളരട്ടെ. കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് വളർന്നിരിക്കുന്നു. എല്ലാ ആശംസകളും എല്ലാ നന്മകളും ഞാൻ നേരുന്നു. ഇനിയും ഒരുപാട് പടർന്ന് പന്തലിച്ച് വലുതാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി സർ.
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ തിരക്കുകളുള്ളതിനാൽ അദ്ദേഹം ഇറങ്ങുകയാണ്. ഒരു മികച്ച കൈഡി നൽകി തന്നെ നമ്മുടെ സ്നേഹാദരവ് അദ്ദേഹത്തെ അറിയിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന വലിയേറെ വാക്കുകൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. വളരെയധികം നന്ദി സർ. അടുത്തതായി ജയലക്ഷ്മിയുടെ 6ാമത് ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ആദരപൂർവ്വം തന്നെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ക്ഷണിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഇവരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷമാണ്. സഹോദരി സഹോദരന്മാരെ, ജയലക്ഷ്മി സിൽസിൻ്റെ കേരളത്തിലെ 6ാമത്തെയും കൊച്ചിയിലെ 2ാമത്തെയും ഷോറൂമാണ് ഇത്. എല്ലാവരുടെയും അനുമതിയോടെ ഈ ഷോറൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. ഈ സ്ഥാപനം കേരളത്തിൻ്റെ വാണിജ്യ മേഖലക്ക് പൊതുവിലും കൊച്ചിക്ക് പ്രത്യേകിച്ചും ഉണർവ് നൽകുന്ന ഒന്നാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3/4 നൂറ്റാണ്ടിലേറെ കാലമുണ്ടാവും കേരളം സാമ്പത്തിക മുന്നേറ്റത്തിൽ, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന സ്ഥാപനമാണ് ജയലക്ഷ്മി. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ 80% സ്ത്രീകളാണ്. അത് വനിതകളുടെ പൊതുവായ ശാക്തീകരണത്തിന് വഴിവെക്കുന്ന ഒന്നാണ്. ഈ രംഗത്ത് വനിതകളുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ ജയലക്ഷ്മി നൽകുന്ന സംഭാവന വലുതാണ് എന്ന് തന്നെ പറയാം. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഓർക്കുകയാണ്. ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു ഇടപെടൽ നേരത്തെ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറായ സ്ഥാപനമാണ് ജയലക്ഷ്മി. അത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കാൻ ജയലക്ഷ്മി എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം നേരത്തെ ശ്രീ ഗോവിന്ദ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ശ്രദ്ധ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന സമയമാണിത്. രാജ്യവും ലോകവും വലിയ തോതിൽ പങ്കാളിത്തം വഹിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ സഹായിക്കുന്ന ഒന്നായിട്ടത് മാറും. വലിയ തോതിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പൊതു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഇവിടം ഏതൊരാൾക്കും, ഏതൊരു നിക്ഷേപകനും നല്ല മനസ്സോടെ വന്ന് നിക്ഷേപം നടത്താവുന്നതാണ്. ഇപ്പോൾ ജയലക്ഷ്മിയുടെ അനുഭവം അതാണല്ലോ കാണിക്കുന്നത്. നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു സ്ഥാപനമാണല്ലോ ജയലക്ഷ്മി.
ആ വളർച്ചയ്ക്ക് അടിസ്ഥാനമായത് കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം തന്നെയാണ്. അതോടൊപ്പം സ്ഥാപനത്തെ വളർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം ഈ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും നമുക്ക് കാണാൻ കഴിയും. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർക്ക് വിജയം കൊയ്യാൻ കഴിയും എന്നതാണ് ഇതിലൂടെ തെളിയുന്നത്. കേരളത്തിന് പുറത്തുള്ളവർക്ക് കേരളമെന്ന് പറയുമ്പോൾ ഒരു ഹരമാണ്. നമ്മുടെ പ്രകൃതി ഭംഗി മാത്രമല്ല, നമുക്കുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന വിളിപ്പേരുമല്ല. ഇവിടെ ഏത് നിക്ഷേപകനും ആവശ്യമായിട്ടുള്ളത് തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പ്രാപ്തരായ ആളുകളാണ്. ആ കാര്യത്തിൽ മറ്റേതൊരു പ്രദേശത്തേക്കാളും കഴിവുറ്റ സ്ഥാപനത്തോട് കൂറു പുലർത്തുന്ന നല്ലൊരു ഭാഗം ആളുകളെ കണ്ടെത്താനാകുന്ന ഇടമാണ് കേരളം. കേരളത്തിൻ്റെ യുവത പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ നല്ല നൈപുണ്യം പ്രകടിപ്പിക്കുന്നവരാണ്. കേരളത്തിന് പുറത്തുള്ള എവിടെ പരിശോധിച്ചാലും, അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായാൽ പോലും, നമ്മുടെ സഹോദരീ സഹോദരന്മാർ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതായി കാണാൻ കഴിയും. മുൻകാലങ്ങളിലുള്ളതുപോലെയല്ല, എല്ലാ ബൗദ്ധിക കേന്ദ്രങ്ങളിലും വലിയ മികവിൻ്റെ കേന്ദ്രങ്ങളിലും മലയാളികളെ കാണാൻ കഴിയും, ലോകത്തെവിടെയും. അപ്പം അത്തരമൊരു വിഭവശേഷി ഇവിടെയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായി നിക്ഷേപം നല്ല രീതിയിൽ ആകർഷിക്കാൻ കഴിയുന്നൊരു നാടായി കേരളം മാറിയിരിക്കുന്നു. അത്തരം നിക്ഷേപകർക്കെല്ലാം വലിയ ആവേശവും ഉത്തേജനവും നൽകുന്നതാണ് ജയലക്ഷ്മിയുടെ അനുഭവം. ഇത് കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖലയിലെ ഏറ്റവും ആകർഷകമായ ഒരു ഷോറൂമായിട്ടാണ് വരുന്നത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് ജയലക്ഷ്മിക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ജയലക്ഷ്മിക്ക് ഇതിലും പ്രൗഢമായൊരു ഉദ്ഘാടന വേള സാധ്യമല്ല എന്ന് നിസ്സംശയം തന്നെ പറയുവാനായി സാധിക്കും. ഏറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി സർ. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ഓണറബിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ശ്രീ ജോർജ് കുര്യൻ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി, പ്രിയങ്കരനായ MP, MLA, ജയലക്ഷ്മി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, വളരെ ചെറുപ്പം മുതൽ ഗോവിന്ദേട്ടനെയും സഹോദരന്മാരെയും അറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു കച്ചവടക്കാരനാണ്.
ഇന്ന് മാർക്കറ്റ് എക്കണോമിയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഘടകം മാർക്കറ്റാണ്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ കച്ചവടക്കാർ ഈ കാലഘട്ടത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നിയന്ത്രിക്കുന്നവരാണ്. മറ്റൊരു കാര്യം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ മാറുകയാണ്. വളരെ സുരക്ഷിതമായിട്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ മാറും. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് അവരുടേതായിട്ടുള്ള അവകാശങ്ങളും സംരക്ഷണങ്ങളും ഉറപ്പുവരുത്താനുള്ള നിയമങ്ങൾ അനിവാര്യമാണ്. ഏതാണ്ട് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 25,000 കുടുംബങ്ങൾ, ഏകദേശം 25,000 വ്യക്തികൾ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഭാവന, സാമൂഹ്യമായിട്ടുള്ള സംഭാവന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച ഈ ജയലക്ഷ്മി സഹോദരന്മാർ എന്ന് ഞാൻ പറഞ്ഞ അവരിൽ മാത്രമല്ല, ബാക്കിയുള്ള ഈ കുടുംബങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹവും. അതുകൊണ്ട് കൂടുതൽ ഇതുപോലെയുള്ള ഷോറൂമുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ തൊഴിൽ ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയലക്ഷ്മിയുടെ 6ാമത് ഷോറൂമിൻ്റെ കൊച്ചിയിലെ 2ാം ദീർഘമായി സംസാരിക്കുന്നില്ല. നാരായണൻ ചേട്ടനും ഗോവിന്ദൻ ചേട്ടനും ഒക്കെ ആയിട്ട് എൻ്റെ പിതാവ് ശ്രീ ജോർജ് ഈഡനായിരുന്നു ഏറെ ബന്ധമുണ്ടായിരുന്നത്. എനിക്ക് പുതിയ തലമുറയിൽ എൻ്റെ കോളേജ് മേറ്റ് സുജിത്ത് അടക്കമുള്ള ആളുകളായിട്ടാണ് കൂടുതൽ പരിചയം. പക്ഷേ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളും നമ്മുടെ ജോബ് ക്രിയേഷനിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒരുപാട് കുടുംബങ്ങൾക്ക് സഹായകരമാകാനും, എന്നാൽ കൊച്ചിയുടെയും കേരളത്തിൻ്റെയും ഇക്കോണമിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നായി MG റോഡിലെ ജയലക്ഷ്മി ഒരു കാലഘട്ടത്തിലെ ഒരു വലിയ ആഡംബരത്തിൻ്റെയും പ്രൗഢിയുടെയും ചിഹ്നമായിരുന്നുവെങ്കിൽ ഇന്ന് ബൈപ്പാസിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാട് എത്രത്തോളം വികസിച്ചു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് 3 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റിൽ ജയലക്ഷ്മി വീണ്ടും ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി സർ. ജയലക്ഷ്മിയുടെ ടാഗ് ലൈൻ മധുര സ്വപ്നകളികും ജയലക്ഷ്മി എന്നത് ഹൈബ് സർ വേദിയിൽ പറഞ്ഞിരിക്കുകയാണ്. വിലയേറിയ വാക്കുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു സർ. ശ്രീ ജോർജ് കുര്യൻ സറും വേദിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒരിക്കൽ കൂടി ഇവരോടും മികച്ച കൈഡി നൽകി തന്നെ അദ്ദേഹത്തെ യാത്ര അയക്കുന്നതിനായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ഈ വേളയിൽ എത്തിച്ചേർന്ന് വിലയേറിയ വാക്കുകൾ നമ്മളോട് പങ്കുവച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.
आज जयलक्ष्मीचे 6th स्टोर कोचीन तांगा ओपन जाला. एक 3 लाख स्क्वेअर फीट स्टोर इंडियाचे हॉट स्टोर ओपन जाता आसा. इंडियान खंय इतले हॉट स्टोर खंय ना. जयलक्ष्मी तुमकां गोत आसा 1947 तो स्टार्ट केलेले. आतां 77 इयर्स जाल्ले. त्या वेळा तांणी तांगे राज्यान 400 स्क्वेअर फिटा तगोन अंगडी स्टार्ट केलेले जयलक्ष्मी स्टोर म्हणून. आज 4 लाख स्क्वेअर फिटांतो तांणी व्यार करता ती. ट्रिवेंड्रम आसा, कॅलिकट आसा, कोचीन 2 गेलात, मागीर कोडेलांत आसा, मंगळुरांत आसा, कण्णुरांत आनी मुखार घालता ती. आनी एक एक्सपेन्शन म्हणून आसा. बारीची खुशी येता तांगेले ओपनिंगाक. आज आमगेले चीफ मिनिस्टर हांगाचे पिनराई विजयन सर आयली ती. सेंट्रल मिनिस्टर्स, स्टेट मिनिस्टर्स, ऑपोजिशन लिडर्स पुरा जाण येवन चंद करून आज ओपनिंग करून दिला. आमगेले एक कम्युनिटीन तो GSP कम्युनिटी तो एक आमकां बारी एक खुशयेचे हे कामत फॅमिली, नरसिंह कामत फॅमिली, तांगेल चेडवां आतां जनरेशन 3 जनरेशन 4 येता ती बिजनसाक बारी खुशी येता. तशी आमगेले एक बेस्ट विशेस जयलक्ष्मी फॅमिली एक मेगेसडा तुका. थँक्यू. आज आमगेले जयलक्ष्मी सिल्क्स आमगेले शॉपाचे 6th ब्रांच आमी ओपन केला. 2nd ब्रांच एर्नाकुलम तो एक ब्रांच MG रोडार आसा आमगेले. 2nd ब्रांच NH बायपास आरी पारारी वट्टम फ्लायओवर आलेगी आमी आज ओपन केले. आमगेले मुख्यमंत्री CM चीफ मिनिस्टर श्री पिनराई विजयन आज ओपन करून दिल्ले आमकां. त्या फंक्शनांतू श्री जॉर्ज कुरियन सेंट्रल मिनिस्टर फॉर फिशरीज गव्हर्मेंट ऑफ इंडिया ताणें भाग घेतलो. मागीर आमगेले ऑपोजिशन लिडर हांगा केरला असेंब्ली श्री VD सतीशन ताणें भाग घेतलो. हांगा लोकल एर्नाकुलम MLA TJ विनोद भाग घेतलो. काउन्सिलर रितीश आमगेन भाग्य मिळाली. श्री पिनराई विजयन ताणें अशी मस्त अशी एक शॉप ओपनिंग शॉप ओपन हे माळनी आमगेन जाल्यार एक ಸ್ವಲ್ಪ सायज व्हड ते ताणें वचना. फर्स्ट टायम ते दिसता शॉप ओपन करता चीफ मिनिस्टरान फर्स्ट टायम. बाकी तो फंक्शन म्हळ्यार व्हडले व्हडले माळ नाल्यार व्हडले कसले आसले वता ते वता. ते मात्र हांगा केरलाचे ग्लोबल समीट तुमकां इन्वेस्टर्स समीट तुमकां ग्लोबल अबाउट 5000 डेलिगेट्स हांगा येता कल्लिया जिजान. ताजे मिटींग हांव उठ्ठू थंय म्हळ्यार गरबडी भितर ताणें आमगेन ह्या फंक्शना येयलें ताणें ओपन करून दिलें. ते आमगेन एक मस्त एक व्हड भाग्य म्हळ्यार आमी हे
एस ए CM चीफ मिनिस्टर मला तर कसं गौरव असतं तकदा मस्त जना पॉलिटिकली नाले कसं जे डिफरन्स ऑफ ओपिनियन असतं ना पण तो आमगेलो चीफ मिनिस्टर केरळाचो तशीच त्याला काय आमी हें गेल्ले तांकां जे आमकां बहुमान दिल्लो ताण आमकां ज्या रिटर्न आमकां बहुमान दिता तसो एक चीफ मिनिस्टर मागीर सांगून म्हळ्यार हें आमकां ना एक डिफरंट येत आमी मस्त काळ जाली हें शॉप आमी काम करते आसाय समज सांगल्यार आमी मँगलोर बी जे शॉप ओपन करचे त्या टायमार हेजें आमी स्टार्ट जालें एग्रीमेंट जे न्हू वर्क स्टार्ट जालें एक भितर एक दोन प्रॉब्लम्स हे बिल्डिंगाचे सगळे प्रॉब्लम आमचे स्लो जालें लास्ट 15 months लायक काम स्पीड जेन्ना अबावट 3 lakh square feet टोटल आसता तूं शोरूम हें न्हू हें आमकां ओपन करूं जालें आतां 3 lakh square feet म्हणून तो आमकां ग्रावंड फस्ट सेकंड तीन फ्लोर हें शोरूम जावन रिटेल स्पेस तातूंत फॅमिली शॉप म्हळ्यार सिल्क सारीज वेडिंग सारीज कॅशुअल सारीज मेन्स वेअर किड्स वेअर लेडीज वेस्टर्न तशी इनर गारमेंट्स मेन्स एंड लेडीज इनर गारमेंट्स रेडीमेड ब्लाउजेस सगळें एक फॅमिली टेक्सटायल शॉप सांगत आमी हें स्टार्ट केलें एक फॅमिली वेडिंग आसा नाल्यार एक उत्सव आसा नाल्यार एक फेस्टिवल दिवाळी या संवसारपडो म्हळ्यार कसं फंक्शन येयल्यार बाय करून आयटम्स आमचेर आसा फॅमिली कशी आमकां एक ड्रेस करपाक आमचे आयडिया आसा स्टॉक वरायटी आसा आतां फॅमिली वेडिंग ते वेडिंग आमकां कंप्लिटली ते पुरा जाणां कशी ब्रायडमेड्स ब्रायड ग्रूम एके टायप आमी सेट करून दिवचे जाता आमकां आतां तांगे चेडूं आसा चेडूं किड्स मागीर नातुरा पुणतुरा तांकां काय सगळं कसं चेडूं सांग किड्सांगे एके थीम कलर थीम नाल्यार थीम करून आमकां सेट करून दिवचे जाता आमी आतां आज स्टार्ट केलें मात मस्त आणखी काम ಸ್ವಲ್ಪ आसा सेटींग करून बाकी आसा एक हे आतां से विजुअल मर्चेंडायसिंग फॅशन डिझायनर तसे फॅशन कन्सल्टंट त्याच आमी प्लॅन करताय म्हळ्यार स्टार्ट करून जालें ना ते कंप्लीट आमचे 15 दीस म्हणून जाताले 15 दीस जाल्यार ते वयल्यान जाता कंप्लिटली आमी स्टेप बाय स्टेप आमी एक मॉडर्न बिजनेस हे वेडिंग शॉपान चुकून एक डिफरंट थीम आमी काडते आसाय चेंज करते आसाय ताजें प्लॅनिंग आसा आमी मागीर सांगूंक म्हळ्यार हे आतां आमी बेसले सेकंड फ्लोरार ते कडेन सारीज वेडिंग सारीज सगळं कांजीवरम मारणी सगळं ऑल टायप्स ऑफ सारीज त्या सायडा आसा मी आतां बेसले आमी वेडिंग स्टुडियो बेसयले वेडिंग स्टुडियो हे स्टुडियो म्हळ्यार आर्ट स्टुडियो आसा आमगे तूं हांगा आर्ट स्टुडियो आनी 2 स्टुडियो एक्सक्लुसीव आनी एक आसा 2 ते कडेन टोटल 10 रूम्स आसा वेडिंग स्टुडियोस आसा आमकां मागीर अबावट आर्ट हें गागरा चोळी रेडीमेड चोळी ताजें सगळं एक विंगड एक सेक्शन आसा तातूंत सेपरेट एक कस्टमर एक रूम आसा एक कस्टमर सेपरेट 8 कस्टमर हांगा मॅन हें करूं जाता अटेंड करूं जाता मागीर त्या नंतर क्रिस्टियन वेडिंग गावन आसा वायट क्रिस्टियन्स मेन जावन तांणे तें यूज करचें मागीर फॅशन था वायट म्हळ्यार फॅशन था ब्लॅक म्हळ्यार फॅशन आतां हें वायट आतां इवन आतां हिंदूज हे करताय सगळं करताय फॅशन कलर तर वायट येता ब्लॅक फॅशन तर मागीर मस्त फुडें जे आमी कल्चरान सांगताय ब्लॅक चांग ओकेशनां यूज करून वायट आमी यूज करना बट आतां तें समज चावूण जेन्ना आसा यंगस्टर्स सगळं त्या कलर प्रिफर करताय बट मेनली फॉर वेडिंग क्रिस्टियन आखता त्या एरिया दिल्या मागीर सांगता म्हळ्यार फस्ट फ्लोरार गेल्यार मेन्स वेअर आसा मेन्स मस्त ब्रँड आसा मेन्साचे लिडींग ब्रँड सगळे आमचेर आसा त्या नंतर आमगेलें एक्सक्लुसीव JLX म्हगेलें एक ब्रँड आमगेलें आसा तें आसा तूं सांगा मेन्स वेअर हें बॉटम म्हळ्यार जिन्स पॅन्ट्स शर्ट्स इनर वेअर सगळें आसा ते कडेन एक हे सायडा जाल्यार बाकी सारीज कॅशुअल सारीज सगळें मस्त आसाय ते कडेन तेच फ्लोरार आतां तातूंत पेन हें
ताजे मॅचिंग ब्लाउज पीस आसा साडी स्कर्ट साडी फॉल्स मागीर रेडीमेड ब्लाउज आसा ते एरिया आसा फर्स्ट फ्लोर तांकां लेडीज इनर वेअराचे एक एक्सक्लुसीव एरिया आसा लेडीज इनर वेअर पुरा एक्सक्लुसीव एरिया आसा ते कडेची मागीर सकयल ग्रावंड फ्लोर म्हणल्यार मेन चुडीदार मेटेरियल ड्रेस मेटेरियल म्हणटाय नाल्यार ताका रनिंग मेटेरियल म्हणटाय ते दोनी पुरो आसा हांगा म्हळ्यार तातूंत जनरल टेस्ट चुकून एकदम एक्सक्लुसीव टेस्ट वरायटी आमकां जाल्यार तांचो मेटेरियल काडून कितले कशें पर्पज यूज करात गावण एक मारत किड्साक फ्रॉक मारत किड्साक गावण मारत किड्स गागरा चोळी मारत तें डिजायनराक काम डिजायनर नाल्यार आतां मस्त करकना तांकां गुर्त आसा कसान ड्रेस कशें करूं आमगेलें कसान मॅचिंग आमगेले कस्टमराकी कळटा आमी हें सांगता तुजो भायर ऑनलायन हें सोशल मिडिया स्ट्रॉंग देखून एक सांजचेर डाबी दिल्यार कसान फॅशन म्हण गुर्त आसा सांजचेर डुबात ताका सांजचेर कसान ड्रेस जाम करून ताका आयडिया जाता एक 4 वर्सां 5 वर्सां जाल्यार ताका जाम ताका हे मॅचीस जाम म्हणून ताका कस जाता तसान जनरेशन जाता तेजें नवें ताका ड्रेस मटेरियल फूल कंप्लिटली आसा कॉटन जावो सिंथेटीक जावं नाल्यार प्युअर सिल्क प्युअर रो सिल्क टसर सिल्क हें पोचंबली हें पटोळा डिजायन्स टसरा एम्ब्रॉयड्री तशी एंड ना मस्त वरायटी आसा मस्त 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 थंय बनारसाचे दुप्पटास आसा मागीर सिंथेटीक दुप्पटास आसा चीप रेंजाचे बनारस दुप्पटा म्हळ्यार 2 रेंज आसा एक 8 दुप्पटा आसा सेम टायम प्युअर दुप्पटा आसा प्युअर सिल्का दुप्पटा ताका ಸ್ವಲ್ಪ प्रायस चडटा 5,000 8,000 9,000 आमी सामी हें करता म्हणटा ताका पाव बरें म्हणटा तसान ताका हें आसा मस्त तसान आसा तें आसा बनारस सारीस एक टायमार अबावट 20 years back नाल्यार 15 years back तरी 20 years back बनारस सारी तर मेन असें ना मागीर कांजीवरम फूल बनारस वेडिंग सारी म्हळ्यार बनारस तें मस्त डावन जालें जाता पण आतां 1 वर्स जालें 2 वर्स जालें मस्त वापस रिवायव जाता बनारस सारी म्हळ्यार चां सारीस डिफरंट वरायटी डिफरंट लूक तें आतां थंय आसा तातूंत मस्त तातूंत हँड एम्ब्रॉयडरी करता तातूंत सारी भितर तशी हें करून 2 डबल ब्लावज आसा सारी आसा कॉन्ट्रास्ट पल्लू कॉन्ट्रास्ट बॉर्डर सारीस आसा तशी मस्त वरायटी तातूंत आसा सेम बनारस म्हळ्यार इंडियन सारी तूं अशें एक हेडक्वॉर्टर्स म्हणून सांगता तांकां विवींग जावो डायींग जावो सगळं सेंटर आसा आमी एका सांगल्यार 1975 आमगे ट्रान्सफॉर्मेशन स्टार्ट जालें चेंज स्टार्ट जालें मुगेलो अण्णा जॉइन जाल्लो हांव जॉइन जालो मागीर ब्रदर यंगर ब्रदर सजीत जॉइन जालो तेंच्यान ग्रॅज्युअली 82 आमी MG रोडार स्टार्ट केलें 85 अनदर शॉप स्टार्ट केलें 93 अनदर एक एड केलें 97 आमगेलें एक आतां भितर आसा एक फ्लॅगशीप स्टोर आसा फ्लॅगशीप स्टोर आसा MG रोड जयलक्ष्मी पण आत्तां तें 97 म्हळ्यार आतां अबावट 27-28 years जालें तें ಸ್ವಲ್ಪ कंजेस्टेड जालें ಸ್ವಲ್ಪ ओल्ड जालें वर्क आमगे इंटिरियर ट्रेडिशनल जालें तें लुक ओल्ड जालें हांगा म्हणल्यार कस्टमर ये वता वचता हेल्प इजी एंड हायवे कनेक्टेड जाता खंय दूरचे कस्टमर येता आतां मँगलोर सुकून हे वता खंयसून जाल्यार हे वता ते म्हणटा हें ट्रिवांड्रम जाल्यार हे वता कन्याकुमारी हे वता चेन्नईसून हांगा हे वता हायवे लिंक जाता ओगी आतां कस्टमर तें चिंता एक इजी वे ओगी पावत मगेन ओगी वचत मगेन तें आमकां आर्मीन आमकां व्हड एक प्लेस अबावट 400-500 कार पार्क करता पूण सांगीन म्हणटा बेसमेंट कार पार्किंग टेरस कार पार्किंग 2 कार लिफ्ट आसा 8 पासेंजर लिफ्ट हिंगा आसा तेन्ना आमगे मेन जयलक्ष्मी हेडक्वॉर्टर्स म्हळ्यार कॉर्पोरेट ऑफिस आमी हांगा स्टार्ट केलें आसा आमी कॉर्पोरेट ऑफिस आतां
third floor corporate office. And fourth and fifth, I'm going to stock the storeroom, stock the fourth and fifth floor. इतले जी वेल प्लान जाता मी स्टार्ट करने ये उतने सगळं जमच्या कारण उतने जी आम पांग उदर पामच्या कारण आमगेलो और साम जैसे सुधींद्र काशी मंडा जैसे सुधींद्र सामिल अनुग्रह ते आमगेला ते काशी मंडाधिपती श्री समेंद्र तीर्थ सामिल आशीर्वाद ताज्या निमित्त यांच्या जाता मागीर आमगे देव हांगा ग्रामदेव आमगेलो इश्टदेव जे आशिल्लो ग्रामदेव आशिल्लो मंगळाजिपती पंजाबरेश जान तांगे देवान एक अनुग्रह आतां आमी मागीर तोरूर आमगे देवस्थान आसा नरसिंहदेवाला अनुग्रह सगळे देवाला अनुग्रह आमी प्रार्थना केन्नाय करताय आमी उठ्ठाले केन्नाय सगळे देवाले इवन मिगेल प्रार्थना येयलाय स्टार्ट डेली एक प्रार्थना कारकल वेंकटरमण तोल्लूर मुल्की उग्र नरसिंह मुल्की वीर वेंकटरमण कारकल आमगे मँगलोर वीर वेंकटरमण उल्लाल नरसिंहदेव मंजेसर महादेव नरसिंहदेव वेंकटपती हे सगळे डेली आमी प्रार्थना करता आमगे कुलदेव म्हळ्यार दामोदर जांबिवली गोवा हे सगळे देवा उडगास करून देवा सगळं अनुग्रह आमी हांगा पावली नातर आमगेलें आतां कांय ना नथींग त्या निमित्तान आमी तेज्यान प्रदेश हांगा भितर आमी पावली देवान हें तसा देवाले सामेले एक अनुग्रह मात्र तें कारण सगळे यूथ ऑफ GSP सगळे व्यूअर्स आगे आमकां मुगेलो नमस्कार सक्तान एर्नाकुळम चोडरी हे शॉपाक विजीट करता म्हण अभ्यर्थन आसा एका रिक्वेस्ट आसा मागीर सांगचें म्हळ्यार मस्त सगळं मस्त तर्फेन आमकां मस्त जनान सपोर्ट म्हणून आसा आमगेलें आतां आमगेले सोसायटी आमगेले समाजा सपोर्ट आमगेल्यान आसा आमगेल्या समाजान मस्त मस्त जन आसाय देवान सपोर्ट जावं नाल्यार मठा सपोर्ट जावं सामील अनुग्रह सगळें म्हणलें आसा सगळें निमित्तीत आमी ते पावले आनी के सगळ्याली आस सपोर्ट अनुग्रह आमकां जामकां म्हूण आमी मागताय तुमचे थँक्यू आमगे जयलक्ष्मी मंगेने 1947 स्टार्ट केल्लें कोच्ची ब्रॉडवे तू एक 150 स्क्वेअर फीट मात्र आशिल्लें अंगड आशिल्ली ती मागीर 1982 आमच्या हिंगा आमी MG रोड आयली MG रोड एक 1000 स्क्वेअर फीट आमी स्टार्ट केलें मागीर 1985 आमच्या 3500 स्क्वेअर फीट ॲड केलें 93 अनदर 3500 ॲड केलें ते 97 भितर ते अंगड आमगेले रनिंग आशिल्ली 97 तू आमी MG रोड आयली आमगे ऑल बिल्डींग ऑन साल कन ऑल एक 80,000 स्क्वेअर फीटाची अंगडी आमी केली ते आमगे व्हडी अंगडी आशिल्ली ती आतां हे बायपास NH बायपास आमी आरंभिल्ली अंगडी 6th month ती मागीर नियरली 3 लाख स्क्वेअर फीट आसा तातूंत आमी कॉर्पोरेट ऑफिसर कॉर्पोरेट सेंट्रलायज गोडावन सगळें जावन आमी केल्लें आनी के आमी ब्रांच स्टार्ट करता म्हूण आमकां आसा आनी के आमी चोयता आसाय आमगे नॅक्स्ट जनरेशन आमगे मागीर अन्नाल चिरडून सगळें येयलीं जॉयन जाल्लें आसाय ती तांगेलें स्पिरीट हें सगळें दवरून आनी की अंगड आरंभुका म्हूण आमकां मना आसा आनी देवा अनुग्रहान ते तांगे रिती मुखार वता आनी मागीर लेखान आमी मुखार वता आसाय मागीर जयलक्ष्मी पसून सांगना पळय म्हाका जाल्यार एक 40 years एक्सपिरियन्स आसा म्हागे ब्रदर गोविंद कामत ताका एक 45 years आसतना म्हागेलो व्हडलो ब्रदर नारायण कामत ताका एक 55 years एक्सपिरियन्स आसा आमी सगळें स्कुलान शिकुचे वेळार आमी वचच्या पासून अंगडी अन्नान सांगून आमी अंगडी वचच्या पासून तें दुखून आमकां आतां सगळें जोली आमकां कळटा एक अंगडीचे बिजनसाचे प्लस ते मायनस ते कंप्लीट आमकां नॉलेज आसा देखून आतां इतले व्हडले एक अंगडी आरंभ आसून एक मना एक धैर्य एक आत्मविश्वासूय आमकां येयलो तातूंत सुकून मागीर कस्टमराक पसून सांगता जाल्यार आमकां च्या लो लेवल कस्टमर सुकून च्या हाय एंड कस्टमर भितर आमकां आसाय तांकां जें आमकां जाल्यार 200 रुपीज सुकून 5 लाख रुपीज साडी खंय लेंग खंय सगळें आमचेलें आसा
आतां separate डिपार्टमेंट जान एक 1000 बिलो मागीर 1000 अबाव मागीर 5000 अबाव मागीर 10,000 अबाव तशी अप टू 5 lakhs भितर आमचे साडी आसा लेंगाय आसा तें सगळें आमकां स्पेशल आयटम तर आमी तें विकूच तें 5 lakhsचे 10 lakhs मागीर न्हय तें आमचे मात्र आसता तें आमगे स्पेशल वरायटी तें ताका ते बेगीन आमी स्पेशल एक कावंटर केलें कावंटर न्हय एक रूम्स केलें आसा त्या रूमान बसून एक फॅमिलीक समाधानी तांकां सगळें सर्व आयटमी काडूं येता तेल्या कारणान आमी अरेंजमेंट्स केल्या